ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. മേജർ പൊളിറ്റിക്കൽ തിയറീസ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ? ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം. അപ്പോൾ ഈ സിദ്ധാന്തങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലിബറലിസത്തിലേക്ക് കടക്കാം. എന്താണ് ലിബറലിസം? Liberalism comes from the Latin word liber, which means freedom. Freedom is the main idea of liberalism. എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന അർത്ഥം വരുന്ന ലിബർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലിബറലിസം എന്നുള്ള പദം വന്നത്. സ്വാതന്ത്ര്യമാണ് ലിബറലിസത്തിൻ്റെ പ്രധാന ആശയം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ലിബറലിസം ആണ്. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് തിയറി, വ്യക്തിഗത കേന്ദ്രീകൃത സിദ്ധാന്തം. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ലിമിറ്റഡ് സ്റ്റേറ്റ്, പരിമിതമായ സംസ്ഥാനം. ഒപ്പോസിറ്റ് ടു ട്രഡീഷൻസ്, ആചാരങ്ങൾക്ക് എതിരാണ്. ഡെമോക്രസി, ജനാധിപത്യം. വെൽഫെയറിസം. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ലിബറലിസം. ഇത് പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. No element of social good is to be found in liberalism. The main objective of a government should be public welfare. But because liberalism does not have such a view, it cannot be considered as a theory of government. Liberalism emphasis on economic perspective has led to its decline in popularity. അപ്പോൾ ലിബറലിസത്തിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയായിട്ടാണ് പറയുന്നത്? അതായത് സാമൂഹിക നന്മയുടെ യാതൊരു അംശവും ലിബറലിസത്തിൽ കാണപ്പെടുന്നില്ല. പൊതുക്ഷേമമായിരിക്കണം ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ലക്ഷ്യം. എന്നാൽ ലിബറലിസത്തിൽ അങ്ങനെയൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു ഗവൺമെൻറ്റിൻ്റെ സിദ്ധാന്തമായിട്ട് പരിഗണിക്കുവാൻ സാധ്യമല്ല. സാമ്പത്തിക വീക്ഷണത്തിൽ ലിബറലിസം പ്രാധാന്യം കൊടുക്കുന്നതിനാൽ അതിൻ്റെ ജനപ്രീതി കുറയുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ലിബറലിസം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മാർക്സിസത്തിലേക്ക് കടക്കാം. ദ സോഷ്യലിസ്റ്റ് തിയറി ഡെവലപ്ഡ് ബൈ മാർക്സ് ആൻഡ് ഏംഗൽസ് ഈസ് നോൺ ആസ് മാർക്സിസം. ലെനിൻ ഫർദർ ഓപ്പറേഷൻ ഇറ്റ് ഈസ് ദ ഏർലി പാർട്ട് ഓഫ് ദ 20th century ആൻഡ് ദ റിസൾട്ടിംഗ് മാർക്സിസം കമ്മ്യൂണിസം. എന്താണ് പറയുന്നത്? മാർക്സും ഏംഗൽസും കൂടി രൂപം കൊടുത്ത ഒരു സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണ് മാർക്സിസം എന്ന് പറയുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ലെനിൻ അതിനെ കൂടുതൽ പ്രവർത്തനനിരതമാക്കി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടായ മാർക്സിസത്തെ കമ്മ്യൂണിസം എന്നാണ് വിളിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ സ്വേച്ഛാധിപത്യമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, 1867 മൂലധനം എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നയങ്ങളും നമുക്ക് ലഭിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്വേച്ഛാധിപത്യമാണ് കമ്മ്യൂണിസം. ഇനി മാർക്സിസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. Dialectical materialism is the sum total of the general principle which explain as to why and how social changes take place. The social changes take place because of the material factors and through the dialectical materialistic method. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നത് സാമൂഹ്യ മാറ്റങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന പൊതു തത്വങ്ങളുടെ ആകെത്തുകയാണ്. ഭൗതിക ഘടകങ്ങൾ മൂലവും വൈരുദ്ധ്യാത്മക ഭൗതികവാദ രീതിയിലൂടെയും സാമൂഹ്യ മാറ്റങ്ങൾ സംഭവിക്കുന്നു. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസ്. Relations of production constitute the basics of the society at any given point of time. What are called the social relations among the people are for the Marxist the relations. ഇതിൽ എന്താണ് പറയുന്നത്? ഉൽപാദന ബന്ധങ്ങൾ. ഉൽപാദന ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഏത് സമയത്തും സമൂഹത്തിൻ്റെ അടിസ്ഥാനം നിർമ്മിക്കുന്നത് ഉൽപാദന ബന്ധങ്ങളാണ്. ജനങ്ങൾക്കിടയിലെ സാമൂഹിക ബന്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉൽപാദന ബന്ധങ്ങളാണ്. നെക്സ്റ്റ്, പ്രൊഡക്റ്റീവ് ഫോഴ്സസ്. പ്രൊഡക്റ്റീവ് ഫോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദോസ് എലമെൻറ്റ്സ് വിച്ച് ഒറിജിനേറ്റ് ഫ്രം ദ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ but which through opposite to the later promise more production through newer method or devices.
അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ഉൽപാദന ബന്ധങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഘടകങ്ങളാണ് ഉൽപാദന ശക്തികൾ. എന്നാൽ രണ്ടാമത്തേതിന് വിപരീതമാണെങ്കിലും പുതിയ രീതികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ വഴി കൂടുതൽ ഉൽപാദനം വാഗ്ദാനം ചെയ്യുന്നു. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. The Marxian explanation of history is that it is a record of the self-development of productive forces. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ചരിത്രത്തെക്കുറിച്ചുള്ള മാക്സിയൻ വിശദീകരണം അത് ഉൽപാദന ശക്തികളുടെ സ്വയം വികസനത്തിൻ്റെ രേഖയാണ്. നെക്സ്റ്റ്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. The surplus value is the difference between what the value a laborer produces and what he gets in the form of wages. This surplus value make the rich richer and the poor poorer. അപ്പം മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? ഒരു തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവും കൂലിയുടെ രൂപത്തിൽ അയാൾക്ക് ലഭിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് മിച്ചമൂല്യം. ഈ മിച്ചമൂല്യം സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുകയും ചെയ്യുന്നു. തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. Class struggle is the characteristics of class societies. In the classless societies, there is no class struggle because they are in the such societies. No opposing classes. Class struggle in class society is of mainly three types: economic, ideological, political. ഇപ്പോൾ വർഗസമരത്തിൽ എന്താണ് പറയുന്നത്? വർഗസമൂഹങ്ങളുടെ സവിശേഷത വർഗരഹിത സമൂഹങ്ങളിൽ വർഗസമരമില്ല. കാരണം അത്തരം സമൂഹങ്ങളിൽ എതിർ വിഭാഗങ്ങൾ ഇല്ല. വർഗസമരം വർഗസമുദായങ്ങളിൽ പ്രധാനമായും 3 തരത്തിലാണ്: സാമ്പത്തികം, പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം. Dictatorship of the proletariat means the rule of the working class. It is a state of the workers in the socialist society which follows the capitalist society. It is the dictatorship of the workers in the socialized society in the sense there is the dictatorship of the capitalist in the capitalist society. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? തൊഴിലാളി വർഗത്തിൻ്റെ സ്വേച്ഛാധിപത്യം എന്നാൽ തൊഴിലാളി വർഗത്തിൻ്റെ ഭരണം എന്നാണ് അർത്ഥമാക്കുന്നത്. മുതലാളിത്ത സമൂഹത്തെ പിന്തുടരുന്ന സോഷ്യലിസ്റ്റ് സമൂഹത്തിലെ തൊഴിലാളികളുടെ അവസ്ഥയാണിത്. മുതലാളിത്ത സമൂഹത്തിലെ മുതലാളിമാരുടെ സ്വേച്ഛാധിപത്യം എന്ന അർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് സമൂഹത്തിലെ തൊഴിലാളികളുടെ സ്വേച്ഛാധിപത്യമാണ്. മഹാത്മാഗാന്ധി വാസ് ദ സുപ്രീം ലീഡർ ഓഫ് ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് വിച്ച് ഹി ഹാഡ് ലെഡ് അബൌട്ട് 30 years between 1970 and 1947. Gandhism stands for a non-violent state based on the consent of the people, the near unity in the society. Gandhiji advocated decentralization of power, both political and economic. The spirit of Gandhian democracy is the spirit of decentralization. Decentralization means devolution of power at each level beginning from individual, local unit and reaching the apex. The essence of decentralization according to Gandhiji is that all powers flow from below and go up in ascending order. Gandhiji's idea of trusteeship was unique. It was unique because it aimed at establishing individual and the set coding relation between the capital and the laborer. ഇതിൽ എന്താണ് പറയുന്നത്? മഹാത്മാഗാന്ധി 1917നും 1947നും ഇടയിൽ ഏകദേശം 30 വർഷക്കാലം അദ്ദേഹം നയിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പരമോന്നത നേതാവായിരുന്നു. ഗാന്ധിസം അഹിംസാത്മകമായ ഒരു ഭരണകൂടത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജനങ്ങളുടെ സമ്മതം, സമൂഹത്തിലെ അടുത്ത ഐക്യം, രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധികാര വികേന്ദ്രീകരണത്തെ ഗാന്ധി വാദിച്ചു. ഗാന്ധിയൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവ് വികേന്ദ്രീകരണത്തിൻ്റെ ആത്മാവാണ്. അധികാര വികേന്ദ്രീകരണം എന്നാൽ ഓരോ തലത്തിലും വ്യക്തിഗത പ്രാദേശിക യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച് പരമോന്നതത്തിലെത്തുന്നതാണ്. വികേന്ദ്രീകരണത്തിൻ്റെ സാരം: ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എല്ലാ ശക്തികളും താഴെ നിന്ന് പ്രവഹിക്കുകയും ആരോഹണ ക്രമത്തിൽ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ട്രസ്റ്റിഷിപ്പ് എന്ന ഗാന്ധിജിയുടെ ആശയം അതുല്യമായിരുന്നു. മൂലധനവും തൊഴിലാളിയും തമ്മിൽ വ്യക്തിപരവും വിശുദ്ധവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സവിശേഷമായത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്കൊരു ടോപ്പിക്കും കൂടി പഠിക്കാനുണ്ട്, സർവോദയ. നമുക്കത് നോക്കാം.
Gandhiji's concept of Sarvodaya sum of his views on the kind of society he used to dream. Sarvodaya, as Gandhiji had visualized, is the greatest good of all the members of the society. It is the welfare of all. It is the good of the individual together with the good of all the individuals. The good of each with the good of all. The concept of good in Sarvodaya is not merely material, it is more moral ആൻഡ് സ്പിരിച്വൽ as well. അപ്പോൾ സർവോദയ എന്താണ് പറയുന്നത്? ഗാന്ധിജിയുടെ സർവോദയ സങ്കല്പം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ സംഗ്രഹിക്കുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്തതുപോലെ സർവോദയ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഏറ്റവും വലിയ നന്മയാണ്. അതെല്ലാവരുടെയും ക്ഷേമമാണ്. ഇത് എല്ലാ വ്യക്തികളുടെയും നന്മയ്ക്കൊപ്പം വ്യക്തിയുടെ നന്മയാണ്. അതായത് എല്ലാവരുടെയും നന്മയ്ക്കൊപ്പം ഓരോരുത്തരുടെയും നന്മ. സർവോദയയിലെ നന്മ എന്ന ആശയം കേവലം ഭൗതികമല്ല, അത് ധാർമ്മികവും ആത്മീയവുമാണ്. അപ്പം നമുക്ക് ഇത്രയാണ് നമ്മളെ ഈ മേജർ പൊളിറ്റിക്കൽ തിയറീസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു മേജർ പൊളിറ്റിക്കൽ തിയറീസ്? ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം. അപ്പോൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ഒരു പോയിന്റ് പോലും വിടാതെ നന്നായിട്ട് പഠിക്കുക.